സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബോർഡ് ഉടൻ കോടതിയെ സമീപിക്കും. 2020-ലും ദ്വാരപാലക ശില്പപാളി സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. വിവാദത്തിനിടെ അടിയന്തര ദേവസ്വം ബോർഡ് യോഗം നാളെ ചേരും. പഴി ഉദ്യോഗസ്ഥരുടെ തലയിൽ വെക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2019-ൽ പാളികൾ സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ഉദ്യോഗസ്ഥ തല വീഴ്ചയാണെന്ന് കുറ്റപ്പെടുത്തുന്ന ബോർഡ് രജിസ്റ്ററുകളെല്ലാം കൃത്യമാണെന്നും അവകാശപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ സമയാസമയങ്ങളിൽ കോടതിയിൽ അറിയിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് എപ്പോഴും കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ച വരുന്നുണ്ട്. ഇതിനിടയിലാണ് 2020-ലും സമാനമായ നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. 2020 ഫെബ്രുവരിയിൽ ശില്പങ്ങൾക്ക് മങ്ങലുണ്ടെന്നും സ്വർണം പൂശാമെന്നും വാഗ്ദാനം ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിന് കത്ത് നൽകി. എന്നാൽ ബോർഡ് ഇതിന് അനുമതി നൽകിയില്ല. വിവാദത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് UDF ആവശ്യപ്പെടുന്നത്. പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസ് എടുത്ത് രക്ഷപ്പെട്ടു പോയിട്ട് കാര്യമില്ല. ഈ അടുത്ത കാലത്താണ് പീഠങ്ങളും സ്വർണ്ണപാളികളും കാണാതായിട്ടുള്ളത്. അതിനെ പൂർവ്വകാലം പറഞ്ഞ് മറയ്ക്കാൻ നോക്കണ്ട. ഒരന്വേഷണത്തിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കണ്ടുപിടിച്ച തെറ്റുകൾ അതന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാം. സ്വർണം പൂശാൻ എന്ന് പറഞ്ഞു കൊണ്ടുപോയ വസ്തുക്കൾ കാണിച്ചു കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണം പിരിവ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇയാളെയും സഹായികളെയും വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം.